ഹായ് ഫ്രണ്ട്സ്, സോണിയുടെ ഒരു 32 ഇഞ്ച് ടി വി, അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. ഇത് ഏത് മോഡലാണെന്ന് നോക്കിയാൽ ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് ഇപ്പോൾ എഴുതാറില്ല, എന്നാലും ഒരു 4-5 വർഷമായ മോഡലാണ്. ഇതിപ്പോൾ ഓണാകത്തില്ല, അഥവാ ഓണായാൽ തന്നെ നിന്ന് പോവും. അതാണ് കംപ്ലൈൻറ്റ്. സ്മാർട്ട് ടി വി ഒക്കെയാണ് കാര്യം. വർക്ക് ചെയ്യുന്ന റിമോട്ടല്ല, വേറെ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു നല്ല റിമോട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതാരും കൊണ്ടുപോയി. സെറ്റ് ഓണായി നിൽക്കത്തില്ല, നമ്മൾ സെറ്റ് അയക്കാൻ പോവാണ്. ഇത് ശരിക്കും ഈ സെറ്റൊക്കെ W6132 വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത സെറ്റാണ്. കുറേ നാളുകളായിട്ട് ഉണ്ട്. ഒരു മിനിറ്റ്, ഇത് കണ്ട ഫോൺ കിടന്ന് ബെല്ലടിക്കുന്നുണ്ടോ? ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയാൽ ഒരു പണി ഇവിടെ തീരത്തില്ല. അപ്പം ഫോൺ എടുക്കത്തില്ല എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ വർക്കിലല്ലാത്ത സമയത്ത് ഞാൻ എടുക്കും. അപ്പോൾ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ 1 തവണ വിളിക്കുക, 2 തവണ വിളിക്കുക. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് എപ്പോഴെങ്കിലും വൈകിട്ടോ വല്ലോ രാത്രിയിലോ വല്ലതും വിളിക്കുക. അല്ലാതെ ഈ കിടന്ന് ത്രൂ ഔട്ട് വിളിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഫോൺ വിളിക്കുന്ന ആളെ എടുക്കാൻ പറ്റുമെങ്കിൽ 1ാമത്തെ ബെല്ലിൽ തന്നെ എടുക്കും. ഞാൻ അങ്ങനെ എടുക്കുന്ന ആളാണ്. അല്ല 2ാമത്തെ ബെല്ലിൽ എടുക്കും. അത് കഴിഞ്ഞ് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എടുക്കാവുന്ന സാഹചര്യം അല്ലെന്നും വേറെ എന്തെങ്കിലും തിരക്കിലാണെന്നും വിചാരിക്കാനുള്ള ഒരു സാമാന്യ ബോധം ബുദ്ധിയുള്ള മനുഷ്യർക്ക് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തൊരു ഡിസ്റ്റർബൻസ്. ഫോൺ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ആരാണേലും എടുത്തില്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കുക, കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കുക, അല്ല പിറ്റേ ദിവസം വിളിക്കുക. ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അസുഖമായിരിക്കും. ഞാനാണ് ഒരാഴ്ചയായിട്ട് പനിയായിട്ട് കിടക്കുമായിരുന്നു. പനി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ പനിയായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഫോൺ മുഴുവൻ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും സ്വസ്ഥത കിട്ടുമോ? മനുഷ്യനൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇതുമില്ല. ഫോൺ വിളിക്കുന്നതൊക്കെ കൊള്ളാം, 2 തവണ വിളിക്കുക. എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അത് വേണ്ട ഗൗരവമുള്ള സാധനമാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നേ. പക്ഷെ വർക്ക് തീരണമെങ്കിൽ ഫോൺ വിളി കുറയ്ക്കണം. ആവശ്യമില്ലാത്ത ഫോൺ വിളി. ഈ സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാർ തന്നെ കയറിപ്പോടുന്ന് വിളിക്കും. നിങ്ങളിവിടെ സെറ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം എൻ്റെയാണ്. ഞാനിത് റെഡിയാക്കാൻ പല കാര്യങ്ങൾ, പല സാധനങ്ങൾ വേണം, പാർട്സ് വേണം, പല സമയങ്ങളെടുക്കും. ചിലപ്പോൾ എപ്പോഴും ഒന്നും പറയുന്ന സമയത്തൊന്നും തീരുകയില്ല. ഇപ്പോൾ വർക്കുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയം തരാം. എൻ്റെ സെറ്റ് ശരിയായെന്ന് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ശരിയാവുമ്പോൾ ഞാനങ്ങ് വിളിക്കും. ശരിയായ സെറ്റ് ഇവിടെ താഴെ 10-60 എണ്ണം ഇരിപ്പുണ്ട്. അതെടുത്തുകൊണ്ട് പോകാൻ ആരും വരുന്നില്ല. പല പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിട്ട് വരാത്തവരുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനും തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കണം. സെറ്റ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് വിളിക്കണ്ടേ? ഞങ്ങളൊരു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള ന്യായമായ ടൈം നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കിടന്ന് ബെല്ലടിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണത്. വർക്കിനെ അത് വല്ലാണ്ട് ബാധിക്കും. വർക്ക് തീരത്തില്ല. നിങ്ങളുടെ ഓരോ വിളിക്കും നിങ്ങളുടെ സെറ്റിനുള്ള നിങ്ങൾ വിളി അനുസരിച്ച് നിങ്ങളുടെ സെറ്റും കിട്ടാനുള്ള സമയം താമസിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ ഓരോ സെറ്റിൻ്റെ ഗൗരവം അനുസരിച്ചും വർക്കിൻ്റെ ഇതനുസരിച്ചും നമ്മൾ ആ സെറ്റ് എപ്പോഴും റെഡിയാക്കി തരാൻ ബാധ്യസ്ഥനാണ്. റെഡിയാക്കും. അപ്പോൾ നമുക്ക് ഈ സെറ്റ് കഴിക്കാം. ഇത് ലോക്ക് സിസ്റ്റമാണ്. സ്ക്രൂ എല്ലാം അഴിച്ചാലും ലോക്ക് വരും. സോണിക്ക് അങ്ങനെയുണ്ട്. എന്തെങ്കിലും ഒരു സാധനം വേണം.
അതൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. എൻ്റെ ലെൻസിന് അത് ഞാൻ നോക്കട്ടെ. ലെൻസ് കത്തി വേണം. കാണിച്ചു തരാം.
ഇതാണ് എൻ്റെ LED സ്ട്രിപ്പ്. ഇത് ഒന്ന് കാണിച്ചു തരാം. 2 ലൈനേ ഉള്ളൂ. കാണിച്ച് 3 LED പോയിട്ടുണ്ട്. കാണിച്ചു. ഓക്കെ, മതി, നിർത്തിക്ക്. കത്തി 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 ചക്കര, ജില്ലയുടെ ചക്കര.
എടുത്തോ എടുത്തോ എടുത്തോ, പണി തീർത്തോ, എന്നിട്ട് വേണം ഞങ്ങൾക്കും പോകാൻ. ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സോണ ഇലക്ട്രോണിക്സിലേക്ക് വരാമോ? ഇവിടെ ഉണ്ടോ? ഹലോ, ആ കൂടക്കുഴിയിലാണോ? എപ്പോ വരും? ആളില്ലാതെ കാഞ്ഞോട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നേ കൂടക്കുഴിന്ന്. ഇവിടെ വന്നിട്ട് പോകാൻ പറ്റുള്ളൂ, പൈസ കൊടുത്തു. അത് ഞാൻ സോണിച്ചാൻ്റെ കയ്യിൽ കൊടുക്കാം. അല്ല ഷാജി എപ്പോ ഇങ്ങോട്ട് വന്നാൽ മതി, കടവട്ട് വന്നാ. ഓർഡർ വരും. ഷാജിയുടെ പൈസ കാണിയാലേ പിന്നെ വരുമ്പോൾ. ആ ഷാജിയുടെ ഒരു 1000 1,000 ഒരു സാധനം മേടിച്ചോണ്ട് വരാനാ ഷാജി ചേട്ടൻ്റെ കയ്യിൽ 1000 രൂപ എടുക്കാനില്ലേ? ഒരു കെട്ട് വേണം കിട്ടും, വയറ് പുറത്തേക്ക്. ആ ഒരു കെട്ട് ഇട്ടാൽ ഇച്ചിരി കയറ്റി. ഗ്ലൂ കൊണ്ടുണ്ടോ? ആ എന്നാ പോയിട്ട് അകത്തുനിന്ന് ഇട്ടു, നല്ല പുറത്തുനിന്ന്. അത്രയും പുറത്ത്, അത്ര മാത്രം കുത്തി കഴിഞ്ഞൊന്ന് പൊക്കാൻ പറ്റുന്ന സ്ഥലം. ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കാനാ. കുത്തി കഴിയുമ്പോൾ നമുക്ക് അത് ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. വിളിക്കാതെ ഒന്ന് പുറത്തേക്ക് വലിച്ചാൽ മതി, വലിച്ച് അപ്പൊ ആ കോളിനകത്തോട്ട് കയറിക്കും. ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ ചേച്ചി, ഇവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ. അത് വെച്ചു സ്കൂളില്ല, എന്നാ സ്കൂൾ കറക്റ്റ് കൊടുക്കണം. ഞാൻ വിളിച്ചു കുത്തിക്കും. ഞാൻ ക്ലോസ് എടുത്തു. കാരണം രണ്ടും ഒരേപോലെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണേ. ആ ഇത് പ്ലസ്, ആ ഇത് പ്ലസ്, അത് നെഗറ്റീവ്. ശരി, ആ ടക്കെന്നൊരു ഒച്ച കേൾക്കണം. നാളെ രാവിലെ കോട്ടയത്തു നിന്ന് ഒരാൾ വരും കേട്ടോ, ഓർമ്മ ചെയ്യണം. അതാണ് ചോദിച്ചു. ആ സബ് ചെയ്യണം. ഒരാള് കൊറിയർ അയച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിന്, സബും സ്പീക്കറും.
ഈ ബ്ലൂ പന്തിന്റെ 12 ഇഞ്ച് അതെ 1000 പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഒറിജിനൽ അതിന് ഒരു വർഷം അപ്പോൾ കയറാത്തായിരുന്നു അല്ലേ? ഇലക്ട്രിക്കൽ ആ ഇലക്ട്രിക് അതാ എനിക്ക് മനസ്സിലായി വണ്ണമെങ്കിൽ അത്ര വരെ ആയോന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നി
ഇലക്ട്രിക്കൽ പിടുത്തമുള്ള ഞാൻ ഫിനോളിക്സിന്റെ കാര്യം അന്ന് കിട്ടിക്കൊണ്ടിരുന്ന 400 400 അത്ര ഇപ്പൊ അതിന്റെ വണ്ണമോണിന്റെ ഒരു സാധനത്തിന് എല്ലാ നമ്മുടെ ബദലിൽ കോട്ടയം അവരാണ് സപ്ലൈ എനിക്ക് 2 ലക്ഷത്തുണ്ടായി. നമുക്ക് കോവിഡ് കഴിഞ്ഞ പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളെ ആംബുലൻസെല്ലാം സപ്പോർട്ട് കൂടിയുള്ള ആംബുലൻസാണ് 3000 കുറേ അയച്ചു തരാം അല്ലെ നേരിട്ട് വന്ന് കേട്ടുകൊള്ളു. മൂവാറ്റുപുഴ ഇരാറ്റുപേട്ട തൊടുപുഴ ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി വന്നാൽ മതി. മൂവാറ്റുപുഴ എന്റെ പാലാ കാഞ്ഞിരപ്പള്ളി ഒന്നും കാഞ്ഞിരപ്പള്ളി 34 കിലോമീറ്റർ രാവിലെ 10 തൊട്ട് 3 വരെ ഞങ്ങൾ കാണുന്നു. ഈ കോട്ടയത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കിലോമീറ്റർ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. കാരണം കോട്ടയം എല്ലാവരും അറിയാൻ സ്ഥലം പക്ഷെ പലരും കോട്ടയത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. വേറെ കൂട്ടി വരുന്നു. അതായത് ഈ മൂവാറ്റുപുഴ എന്ന് വരുന്ന പുള്ളി തൊടുപുഴ വന്ന് പാലാ വഴിക്കണം. കോട്ടയം എന്ന് പറഞ്ഞാൽ എല്ലാം കോട്ടയത്തിന് കോട്ടയത്തിന് വിടും. എത്ര പേര് കോട്ടയത്തിന് എന്നിട്ട് ആദ്യകാലത്ത് കോട്ടയത്തിന് പോയെന്നറിയാവോ? എത്ര പേര് പോയെന്നറിയോ കോട്ടയത്ത്? ഞങ്ങൾ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിലായിരിക്കും. നിങ്ങളെ കട എവിടെയാന്ന് ചോദിക്കും. എന്നെ അവിടെ ഞങ്ങള് കാഞ്ഞിരപ്പള്ളി എന്ന് എപ്പോഴും പറയുന്നു. ഞാൻ എപ്പോഴും അടുത്ത സ്ഥലം ഇപ്പൊ പറയുന്നു. മണിമല എരുമേലി കൂട്ടി മണിമല എരുമേലി ഇരാറ്റുപേട്ട പൊൻകുന്നം പാലാ കാഞ്ഞിരപ്പള്ളി മണിമല അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അത്യാവശ്യം വിവരമുള്ള ആൾക്കാർക്ക് ലൊക്കേഷൻ മനസ്സിലാവും. ഇപ്പൊ പിന്നെ ഫോണുള്ളതുകൊണ്ട് അറിയാൻ പറ്റുമോ? ഗൂഗിൾ പേ ഇട്ടാ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോരാന്നേ ഉള്ളൂ. ഞങ്ങളെങ്ങനെയാ വരുന്നത്? ഗൂഗിൾ മാപ്പ് ഇട്ടാ കിട്ടും. കാഞ്ഞിരപ്പള്ളിയായിട്ട് അപ്പൊ ഇലക്ട്രിക് കട നടത്തിയ ആളാകുമ്പോ ഇതെല്ലാം അറിയാവുന്ന ആളാ. ഇപ്പൊ കട നിർത്തിയോ? 15 വർഷം കാര്യമൊന്നുമില്ല. വീടിന്റെ ഒരു പണി വന്നു, കുറെ മണ്ണെടുക്കണമായിരുന്നു. അപ്പൊ അന്ന് ഈ മണ്ണിന് പെർമിഷൻ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഫ്രീ ആയിട്ട് എടുക്കാൻ സമയം. അത് വീടിന്റെ പണി ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ പുറകെ നടന്നു. ഇതും കാര്യമില്ലാന്ന് നിർത്തി. ബെനിഫിറ്റില്ല. വയറിങ് എന്നാൽ വീട്ടുകാർ കൊണ്ടുവന്നു. നാളെ BP കണക്ഷൻ കൊടുക്കുന്നു. ഇടയ്ക്ക് BPL കണക്ഷൻ വന്നില്ല. ആ സമയത്ത് കടയുണ്ട്. ഒരു സാധനം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ 900 രൂപയുടെ സാധനം വേണ്ട. നമുക്ക് അന്ന് ഒരു 800 രൂപയുടെ സാധനം വേണ്ട. ഒരു സാധനം 2 മുറി ഒരു അടുക്കളയൊക്കെ വേണം. ഫ്രണ്ടിലോട്ടുള്ള ലൈറ്റ് വേണം. ഒരു 800 രൂപയുടെ സാധനം മതി. പരമാവധി 500 രൂപ തരും. ചെറിയ കാലത്ത് 400 രൂപ കിട്ടത്തില്ല. ഒരുപാട് പൈസ അത് നമുക്ക് പരിചയപ്പെടാണ്. നാട്ടുപുറമല്ല. അതെ തന്നെ. നമ്മളെ ആരോട് ആനുകൂല്യം കാണിച്ചോ അവൻ പിന്നെ നമ്പറായിട്ട് വരും. ഇന്നലെ തന്നെ നമ്മളൊരു സാധനം എൻ്റെ ഒരു പഴയ ഒരു ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഹോം തിയേറ്ററിന്റെ. അപ്പൊ ശരിക്കും അത് 3500 രൂപയ്ക്ക് വിൽക്കേണ്ട ഹോം തിയേറ്ററാണ്, പഴയ ഹോം തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് പരിചയക്കാരന് ഒത്തിരി നാളായിട്ട് പരിചയമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇതിന്റെ ബോർഡ് പോയതാ, 1800 രൂപയ്ക്ക് വേണം തന്നേക്കാം. പഴയ ബോർഡാണ്, നേരത്തെ ഞാൻ മേടിച്ചു വെച്ചിരുന്ന. എനിക്ക് 3500 രൂപ അന്ന് മുടക്കായതാ. പിന്നെ ഇതിപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ട് ഇതൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് 1800 രൂപയ്ക്ക് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 1800 രൂപ തരാൻ പറ്റിയത്. ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നമേ. 200 രൂപ തിരിച്ചു തരാമോ? നമ്മളൊരു റേറ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് കൊടുക്കുക. ഇത് ഇരുന്ന് പോകണ്ടല്ലോ, ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്നല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പല സാധനങ്ങളും പ്രയോജനപ്പെടുത്തേ ഏഴത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് നമ്മളെ തിന്നുക. അതാണ് പ്ലേറ്റ് സ്വിച്ച് ഒക്കെ ഇറങ്ങി, കാർബറ്റയുടെ പ്ലേറ്റ് സ്വിച്ച് ഒക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മുടെ ഈ സാധാരണ നമ്മുടെ ഇവര് നോക്കുമ്പോ എന്നാ ഒരു കട നടത്തണ എന്തെല്ലാം ചെലവുണ്ടെന്ന് അവർക്ക് അറിയോ? കറണ്ട് ചാർജ് വേണം, ഫോൺ ബില്ല് വേണം, വാടക വേണം, ഇതെല്ലാം ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് പട്ടിയെ പോലെ കുത്തിയിരിക്കും ഇവിടെ വൈകുന്നേരം. സമയം പോകുന്നുള്ള ഒരു കാര്യമുണ്ട്. കട തുടങ്ങിയാൽ സമയം പോയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം പോവാ. അതിപ്പോ കുഴപ്പമില്ല. നമുക്ക് ബിസിനസ് ഉള്ളിടത്ത് മാർജിനുള്ള ബിസിനസ്സാണ്, മാർജിനുണ്ട്. പക്ഷെ നമുക്ക് ബിസിനസ് വേണം. കടവും പോലെ എന്നാൽ കുഴപ്പമില്ല. കടം പോയാൽ ഇന്നലെ രക്ഷപ്പെടുകയുള്ളൂ. കടം പോയാൽ കടം ഭയങ്കര പ്രശ്നമാണ്. നാട്ടുമ്പുറത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതാണ് കടമാണ്. തരികടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ശത്രുവായി, അവൻ പിന്നെ വെല്ലുവിളിയായി. വാങ്ങിച്ചോളാൻ പറയാൻ പറയും, വാങ്ങിച്ചോളാൻ പറയും. ധൈര്യമുണ്ട്. വാങ്ങിക്കാൻ പറ്റും, നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അങ്ങോട്ട് കൊടുക്കുന്നതിനും വരെ പറ്റുള്ളൂ. അതെ. പിന്നെ പറയുമ്പോ
എന്നിട്ട് കാണുന്നവരോട് മുഴുവൻ പറയാം അവന്റെ കടയിലെ സാധനം എല്ലാം ചള്ളാണ്, എല്ലാം കല്ലുപൊടിയാണ്. വയറിങ്ങാരും പറയും, ആ വയറിങ്ങാരും പറയും. അവനാദ്യം വരുന്നത് 10% കമ്മീഷനാണ്. അവന് വരുന്നത് ആദ്യം കമ്മീഷൻ. ആ വയറിങ്ങാന്ന് കമ്മീഷനാ. നമ്മൾ പോയി മേടിക്കുന്ന അവന് ഇഷ്ടമില്ലല്ലോ. അവൻ പറയുന്നത് ആമത്തെ സാധനം കൊള്ളത്തില്ല. ആ അതൊക്കെ ഞാൻ നമ്മളെ ഒരു വയറിങ്ങാന് ഞാൻ കുറെ സാധനം എല്ലാം മേടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവനത് അതെല്ലാം ചള്ള സാധനം വന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കാൻ പോയി വേറെ സാധനമൊക്കെ പുള്ളി തന്നെ മേടിച്ചു കൊടുത്ത് വിറ്റ് ചെയ്യും. അതിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല, ഒരു ഹോൾഡർ പോലും നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കി, എല്ലാം ഔട്ട്സൈഡിൽ നിന്ന് വരുന്നു. ഒന്നുമില്ല. നമ്മുടെ അടുത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു അറിയാമോ, പിന്നെ സാക്രി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. ഫാക്ടറി നമ്മുടെ വീട്ടിൽ അടുത്തായില്ലേ, വീട്ടിൽ പോയത് ആ നിർത്തിക്കൂല്ലോ എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഏസ് എടുത്ത് കണക്ട് ചെയ്യും, ബോക്സ് എടുത്ത് ഇങ്ങോട്ട് വല്ല പൊക്കി വെച്ചു ഷോയ്ക്ക്. ആ വലിയ സബൂഫർ എടുത്ത് കൊണ്ട വെച്ചാൽ അതിന്റെ കൊണ്ട വെച്ചത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന പോലെ ഷോയ്ക്ക് ഇരിക്കട്ടെ. ആ കയറുമോ? ഞാൻ പിടിക്കണം. ആരോഗ്യം ഉണ്ടോ? ആ ബുഷുള്ളതല്ലേ, തലപ്പല്ല നേരെ വെക്കാം, നല്ല വൃത്തിയായിട്ട്. ആ കൂടി ഇങ്ങോട്ട് പുറവശത്തേക്ക് എടുത്തിട്ട് ഇവിടെ എല്ലാവരും തപ്പുറം കളാം. അപ്പുറകളാ അവിടെ നിന്ന് മാറ്റതാ അതല്ല. കവറടച്ച് വൃത്തിയില്ല, അത് അട്ടിയായി. അപ്പൊ വില കുറച്ച് തരുമോ? വില കുറച്ച് തരുമോ? വില ചെറിയ ചെറിയ വ്യത്യാസം. വീഴ്ചയാണല്ലോ ഇത് പ്രശ്നം. ഓപ്പണിന്റെ വീഴ്ചയാണ് എല്ലാം, വീട്ടെല്ലാം സെയിം ആയിരിക്കും. അതേപോലെ ഈ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ കടക്കാർ ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവിടെ പോയി കമ്പി എണ്ണി കഴിഞ്ഞാൽ എല്ലാം സെയിം, പേജൊന്നും വ്യത്യസ്തപ്പെടുത്തി. ഓപ്പണിന്റെ വീഴ്ച നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞിട്ട് 2 ആഴ്ച വിട്ട് കഴിയുമ്പോൾ കോപ്പർ വർക്ക് ഉണ്ടാവും. നല്ലതാണെങ്കിൽ അതുപോലെ ചെയ്യും. ഞാൻ വീട്ടിൽ ചെയ്തിരുന്നേ 15 വർഷമായത് ഞാൻ നോക്കിയപ്പം ഒരു ചെറിയ കറവലുണ്ട് വീകാണ്. അത് ചെറിയ കറവലുണ്ട്. എന്നാലും അത് എത്രയും കുറെ കഴിയുമ്പോൾ ഇടാവും. മൈക്ക് വേണ്ടെന്ന് വേണമെങ്കിൽ പോലും എടുത്തോണ്ട് പോരെ. അല്ല തുറക്കേണ്ട ആവശ്യമുണ്ടോ കൂട്ടാൻ? വേണ്ടല്ലോ. ഇത് അല്ല അവിടെ തുറക്കണോ? ഇനി കൂട്ടണ്ടല്ലോ, പറഞ്ഞ മനസ്സിലായില്ലേ? ഇതേ പ്രോസസ്സാണ് 10 മണിക്ക്. ഈ തുറക്കുന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്തോണ്ട് പോകണം. कितने रंग आते जाते हैं आपके दो रुखसारों पर।
कुछ है रे